ഹായ് ഹലോ വെൽക്കം ടു ദ സ്റ്റിൽ പോയിന്റ്. ഹസ്മിനാണ് സംസാരിക്കുന്നത്. അപ്പോഴേ ഞങ്ങൾ ഈ സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾ സൈക്കോളജിയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ സൈക്കോളജി കോഴ്സാണ് എടുക്കാൻ പോകുന്നത് എന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഞങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് രണ്ട് തരത്തിലുള്ള റെസ്പോൺസാണ് കിട്ടാറ്. അതിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ അടുത്ത്, ഈവൻ നമ്മളൊരു അപരിചിതൻ്റെ അടുത്താണ് ഈ ഒരു കാര്യം പറയുന്നതെങ്കിൽ കൂടി അവർ രണ്ട് തരത്തിലാണ് റെസ്പോണ്ട് ചെയ്യാറ്. അതായത് ചിലർ കേൾക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടാവും, ഓ സൈക്കോളജിയാണ് എടുത്തേ, അപ്പം നിന്നൊന്ന് പേടിക്കണമല്ലോ, നീ ഞങ്ങളുടെ മുഖത്ത് നോക്കി മനസ്സൊക്കെ വായിക്കുമോ എന്നുള്ള തരത്തിലായിരിക്കും ചിലർ സംസാരിക്കുന്നുണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ സൈക്കോളജി പഠിക്കുന്ന കുട്ടികളാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മനസ്സിന് ഉൾപ്പുളകിതരൊക്കെ ആവാറുണ്ട് അല്ലേ. എന്നാൽ ചില ടൈപ്പ് ഓഫ് ആളുകൾ പറയുന്നുണ്ടാവുക ഇത് കേൾക്കുമ്പോൾ തന്നെ, അതായത് ഓ സൈക്കോളജിയാണോ എടുത്തേ, എന്തിനിപ്പോൾ സൈക്കോളജി എടുത്തേ, വേറെ ഏതെങ്കിലും ഫീൽഡ് നോക്കിക്കൂടായിരുന്നോ, ഇപ്പോൾ വേറെ ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ IT ഫീൽഡോ അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൂടായിരുന്നോ എന്നുള്ള തരത്തിൽ ചെറിയൊരു നെഗറ്റീവ് സെൻസിലായിരിക്കും ചിലർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസ് തരുന്നുണ്ടാവുക. എന്നാൽ ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡിൽ പോയി കഴിഞ്ഞാൽ ചിലർ പറയുക, ഓ സൈക്കോളജിയാണോ എടുത്തേ, ഈ മാനസിക രോഗികളുടെയൊക്കെ കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ, അത് അവസാനം പഠിച്ച് നിങ്ങൾക്ക് തന്നെ അതൊരു പ്രശ്നമായിട്ട് മാറും എന്നുള്ള തരത്തിൽ പറയുന്നവരും ഉണ്ട്. ഇത് ഇങ്ങനെ റെസ്പോൺസ് ചെയ്യാനുള്ള കാരണം ഒരിക്കലും അവർക്ക് നമ്മളോടൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടല്ല, പക്ഷേ ഈ ഒരു മെൻ്റൽ ഹെൽത്തിനോടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് നമുക്ക് മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്ന് പറയാം. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ വളരെ ചെറിയൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തുടക്കത്തിലൊരു ഹിഞ്ചട്ട് തന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് സ്റ്റിഗ്മ എന്നറിയണം അല്ലേ. പൊതുവേ നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ മലയാളം വേർഡ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മലയാളം വേർഡ് സ്റ്റിഗ്മയ്ക്ക് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പൊതുവേ ഈ നമ്മുടെ വീട്ടിൽ പണ്ട് മുതലേ കേട്ട് ഒരു ക്ലീഷേ ഒരു കാര്യമാണ്, അതായത് ആൺകുട്ടികൾ കരയാൻ പാടില്ല അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ. ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഇതെല്ലാം കുറച്ചും കൂടി മാറി വരുന്നുണ്ട്. എങ്കിൽ കൂടി നമുക്ക് എല്ലാവർക്കും നേരത്തെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സ്റ്റിഗ്മയാണ് ഇതെന്ന് പറയണത്. ഈ ഒരു സ്റ്റിഗ്മ എങ്ങനെയാണ് ഉണ്ടായത്? അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ആളുകൾ പറഞ്ഞും കേട്ടും പെരുമാറുന്നതും വെച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ച ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മിഥ്യാധാരണകളാണ് ഈ സ്റ്റിഗ്മയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ എന്തായിരിക്കും മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ? അതായത് മാനസിക ആരോഗ്യ മേഖലയിൽ ഉള്ള ഒരു സ്റ്റിഗ്മേനെയാണ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്ന് പറയാനായിട്ട് കഴിയുക. ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്നുള്ളത് ഒരിക്കലും സൈക്കോളജി റിലേറ്റഡ് ഫീൽഡിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. പകരം മാനസിക രോഗമുള്ളവരോട് അല്ലെങ്കിൽ മാനസിക രോഗമുള്ള ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ കൂടി ചുറ്റുമുള്ള ആളുകൾ പെരുമാറുന്നത്, അതുകൂടാതെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളോട് വരെ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ഉണ്ട്. ഇത് സാധാരണ നിലയിൽ ഒരാളാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല ചിലപ്പോൾ. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാനസികാരോഗ്യ മേഖലയെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ പൊതുവേ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ 2025 ജീവിക്കുന്നത്. നമ്മൾ കുറേ കൂടി എല്ലാ കാര്യത്തിനും കുറച്ചും കൂടി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാനസികാരോഗ്യ മേഖലയെ കുറിച്ചിട്ട് കുറച്ചും കൂടി അറിവുണ്ട് എന്നൊക്കെ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെ ഇടയിൽ അറിഞ്ഞോ അറിയാതെയോ ഈ മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രിറ്റീസൊക്കെ കുറേ കൂടി ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇതിന് കുറച്ചും കൂടി അവബോധം കിട്ടി അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൂടി സാധാരണഗതിയിൽ ആളുകളുടെ എല്ലാവരുടെ ഇടയിൽ ഈ ഒരു സംഭവമുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് ഇടപഴകുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണിത്. ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്ന് പറയുന്ന കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് വേറൊരു റീസെൻറ്റ് ഒരു എക്സാമ്പിൾ എന്തെന്ന് പറഞ്ഞാൽ
എൻ്റെ ജീവിതത്തിൽ തന്നെ നടന്ന ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന സമയത്തും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇത്ര ദൃഢമായിട്ട് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് UGയിലും PGയിലും നമുക്കൊരു റിസർച്ച് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് 2 തരത്തിൽ നമുക്ക് റിസർച്ച് ചെയ്യാം. അതായത് ഒരു തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിനെയർ വെച്ചിട്ട്, അതായത് ചോദ്യോത്തരങ്ങൾ വെച്ചിട്ട് ആളുകളോട് ചോദിച്ച് അതിൻ്റെ ഉത്തരം വെച്ചിട്ട് നമുക്ക് റിസർച്ച് നടത്താം. ഇതല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ രൂപേണ, അതായത് ആളുകളുടെ അടുത്തുനിന്ന് നമ്മൾ ഏത് ടോപ്പിക്കാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അവരുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ പോലെ കാര്യങ്ങൾ സംസാരിച്ച് ചോദിച്ചറിഞ്ഞ് അത് വെച്ചിട്ടും നമുക്ക് റിസർച്ച് നടത്താം. അപ്പോൾ ഞാൻ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ 2ാമത്തെ തരത്തിലാണ്, അതായത് ഇൻ്റർവ്യൂ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ നോക്കുന്ന കുടുംബാംഗങ്ങളില്ലേ, അവർ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളതായിരുന്നു. അതായത് അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നടത്തുന്ന സമയത്ത് ഞാൻ പല ഹോസ്പിറ്റലിൽ നിന്ന്, പല ഏജ് ഗ്രൂപ്പിലുള്ളവരിൽ നിന്ന്, അതുകൂടാതെ പല മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളിൽ നിന്നൊക്കെയാണ് ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവരിൽ എല്ലാവരിലും ഒരേപോലെ കണ്ട ഒരു വെല്ലുവിളി എന്തായിരുന്നെന്ന് അറിയാവോ? അത് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ആയിരുന്നു. അതായത് മാനസിക രോഗമുള്ള ആൾക്കാർ വീട്ടിലുണ്ടാവുന്ന സമയത്ത് അവരുടെ ചുറ്റിനുമുള്ള അയൽവാസികൾ, അതുകൂടാതെ ബന്ധുമിത്രാദികൾ, ഈവൻ അവരുടെ അച്ഛനും അമ്മയും വരെ ഈ ഒരു മാനസിക രോഗമുള്ള കുട്ടികളെ തള്ളിപ്പറഞ്ഞ കഥ വരെ അതിലുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഒരു മാനസിക രോഗമുള്ള വ്യക്തി വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു വീട്ടുകാരെ മുഴുവൻ തള്ളിപ്പറയുന്ന രീതിയിൽ സൊസൈറ്റി പെരുമാറുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ് അവരെ പൊതുസ്ഥലങ്ങളിൽ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെ പല തരത്തിൽ, ചെറുതു മുതൽ വലിയ തരത്തിൽ വരെയാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉള്ളത്. ഇത് കേൾക്കുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം ഒരു വ്യക്തി ഒരു മാനസിക വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തെറാപ്പി സെഷൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൗൺസിലിങ്ങിന് പോകുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി വേറൊരു കണ്ണാൽ അവരെ കാണാൻ ശ്രമിക്കുന്നത്? ഇതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്നുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ഉണ്ടായിരിക്കാം. അതായത് മാനസിക രോഗികളോടും മാനസികാരോഗ്യ മേഖലയിനോടും ഉള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മിഥ്യാധാരണ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിന്ന് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളജാണ്. അതായത് നമുക്ക് എന്തിനെങ്കിലും കുറിച്ചും കുറേ കൂടി അറിയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറേ കൂടി അവയർനെസ് ഉണ്ടാവുകയും അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യുക. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ ഈവൻ നമ്മുടെ റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ട്, അതായത് മാനസികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, ഒരു കൗൺസിലറിനെ കാണിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിച്ചാൽ കൊള്ളാം എന്ന് പറയുന്ന സമയത്ത് നെറ്റ് ചുളിച്ചുകൊണ്ട് കാണാതെ കുറേ കൂടി അവരെ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ പറയും ഒരു പുറത്ത് നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്കെല്ലാം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നെഗറ്റീവായിട്ട് നോക്കി കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് ഫീൽ ചെയ്യുന്നവരുടെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് നിങ്ങൾ എപ്പോഴെങ്കിലും കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവരുടെ ഭാഗത്തു കൂടി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആർക്കും ഇങ്ങനത്തെ രീതിയിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പിന്നെ ഇത് പറയുന്ന ചിലരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഒരിക്കലും ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നുള്ളതായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഒരു റീസൺ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ചെറിയൊരു ലൈഫേ നമ്മളിവിടെ ഉള്ളൂ.
അതായത് ഒരു പാലത്തിൽ നിന്ന് ഇവിടെ നിന്ന് അവിടെ വരെ പോകുന്നതോടുകൂടി നമ്മുടെ ജീവിതം തീർന്നു. അപ്പം നമ്മളെല്ലാവരും വളരെ നേരത്തെ, നമ്മുടെ മുടിയിഴകൾ പോലെ വളരെ നേരത്തെ ഒരു പാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാൻ വലിയ താമസമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഞാൻ വളരെ മെൻ്റലി ഓൾ റൈറ്റ് ആണ്, എനിക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാനസിക മേഖലയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുടെ ഈ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഈ ഒരു സംഭവം വരില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് എപ്പോൾ നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും കാര്യം വരും. അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു കാര്യം, അതായത് വലിയൊരു മാനസിക രോഗമൊന്നും വേണമെന്നില്ല നമുക്കൊരു സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ കാണാൻ എന്നുള്ളത്. അതും ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു മിഥ്യാധാരണയാണ്. അതായത് ഒരു വലിയൊരു മാനസിക രോഗം ഉണ്ടെങ്കിലാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെയോ ഹെൽപ്പ് നേടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. പകരം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ കൺട്രീസിലെല്ലാം പറയുന്നത് നമ്മളൊരു മന്ത്ലി വൺസ്, അതായത് മാസത്തിൽ ഒരിക്കൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ട് വരുന്നവരാണ് അവർ. പക്ഷേ നമുക്ക് അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്തോ ഒരു ഇതാണല്ലേ. പക്ഷേ അവരെന്ന് പറയുന്നത് പൊതുവെ ഇപ്പോൾ അതായത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വർക്ക് പ്രഷർ കാരണമോ അല്ലെങ്കിൽ പല രീതിയിൽ ഫാമിലി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എന്താ ചെയ്യുക, ഒരു ഹെൽപ്പ് നേടാനാണ് ശ്രമിക്കുക. പക്ഷെ നമ്മളിവിടെ പൊതുവേ ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. കുറച്ച് കൂടി കഴിയട്ടെ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, ഇതൊന്നും അങ്ങനെയൊന്നും മാനസിക ഒരു കേന്ദ്രത്തിലേക്ക് പോകേണ്ട അവസ്ഥയൊന്നുമില്ല, നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്നതുള്ളൂ എന്നുള്ള രീതിയിൽ കുറച്ച് പേരൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും മടി കൂടാണ്ട് നമ്മൾ എപ്പോഴും സീക്ക് ചെയ്യേണ്ട ഒരു ഹെൽപ്പാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ എന്നുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് വലിയൊരു രോഗം ഉണ്ടാവണമെന്നോ ഒന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര ശൂന്യമായിട്ട് തോന്നും. അതായത് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്, ഒരാളോട് സംസാരിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലിയുടെയോ ഒരു സപ്പോർട്ടില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എന്നുള്ളത്. അതൊരിക്കലും മടി വിചാരിച്ചിരിക്കേണ്ട കാര്യമേ അല്ല. ഇതൊന്നും കൂടാതെ മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കുന്ന വേറൊരു സംഭവമാണ് മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സ്, അതായത് മാനസിക ആരോഗ്യ കേന്ദ്രത്തിനോടുള്ള ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അതായത് പൊതുവേ നമ്മുടെ സിനിമയിലൂടെയോ അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോമിലൂടെയും നമ്മൾ പല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ മികച്ചു നിൽക്കുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ തമാശ രൂപേണ തുടങ്ങിയത് ഇപ്പോഴും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ദിവസേനയുള്ള ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് ഒരു മാനസികാരോഗ്യ കേന്ദ്രം ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ന് തുടങ്ങിയതല്ല. പകരം നമ്മൾ ഓരോ സിനിമയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ തമാശ രൂപേണ പറഞ്ഞ് വന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം അതിനൊരു നെഗറ്റിവിറ്റി ഇപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളുടെയും പേര് ആ ഒരു ഹോസ്പിറ്റലായിട്ട് നെഗറ്റീവായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ സ്ഥലത്തെ ഒരു അയൽവാസി, അതായത് ആ മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലെ ആൾ പറഞ്ഞതാണ് അവർക്ക് സ്ഥലം പോലും വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ അടുത്തുള്ളതുകൊണ്ട് ആ ഒരു പേര് പറഞ്ഞിട്ടാണ് അവരെല്ലാവരെയും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം പോലും വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. എത്രത്തോളം നെഗറ്റിവിറ്റി ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണിത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എല്ലാവർക്കും മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എന്താണെന്നുള്ളതും നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം പ്രകടമായിട്ട് ഇതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഒരിക്കലും കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീരാൻ കഴിയുന്നതല്ല. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡ്സിൽ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.
ബൈ.